ദളിത് യുവതിക്കെതിരായ ലൈംഗിക പീഡന കേസിൽ പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർക്ക് ജാമ്യമില്ല. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സന് ജാമ്യമില്ല. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതി പിൻവലിക്കാൻ പാലക്കാട്ടെ അഭിഭാഷകൻ മുഖേന യുവതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയതായി ആരോപണമുണ്ടായിരുന്നു. 30 ലക്ഷം വാഗ്ദാനം ചെയ്തതായാണ് സൂചന. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് ആവർത്തിക്കുമ്പോഴും ഏതൊക്കെ ബസ്സുകളിൽ സേവനം ലഭ്യമാകുമെന്ന് വ്യക്തമാക്കാതെ ഗതാഗത മന്ത്രി CP ജോൺ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് UDFന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. പദ്ധതി ജൂൺ 15 മുതൽ തുടങ്ങുമെന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമെന്ന മാധ്യമ വാർത്തകളോട് മന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല. താൻ ഓർഡിനറിയിൽ സൗജന്യ യാത്ര എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. 3 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി അതാത് ജില്ലാ കളക്ടർമാർ അവധി ഉത്തരവിറക്കിയത്. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ 28 MPമാരിൽ 20 പേർ NDA സഖ്യത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവ് കാക്കോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിലാണ് MPമാർ മാറുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി ഡൽഹിയിൽ തുടരുന്നതിനിടയിലാണ് നാടകീയ നീക്കം. ഫിലിപ്പീൻസിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 19 ഉയർന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ കാണാതായ 12 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. 200-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ജനങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരീക്ഷാ ഫലങ്ങളിലെ അപാകതകളും മാർക്കില്ലാത്ത ശൂന്യമായ മാർക്ക് ഷീറ്റുകൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നിലനിൽക്കുന്നതിനിടെ CBSEയുടെ പുതിയ പുനർമൂല്യനിർണയ പോർട്ടലിന് IIT സാങ്കേതിക സമിതിയുടെ അനുമതി. പോർട്ടലിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നവീകരിച്ച ശേഷമാണ് IIT വിദഗ്ധ സമിതി അനുമതി നൽകിയത്. പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ തയ്യാറാക്കിയ പോർട്ടൽ ഈ ആഴ്ച തന്നെ സജ്ജമാകുമെന്നാണ് വിവരം. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. പലാവു പതാകയേന്തിയ കപ്പലിൽ 24 ഇന്ത്യൻ നാവികർ കുടുങ്ങിക്കിടക്കുന്നതായി ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് എഞ്ചിൻ റൂമിൽ സ്ഫോടനമുണ്ടാവുകയും കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ദുബായിലെ എമിറേറ്റ്സ് റോഡിൽ മിനി ബസും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 ഇന്ത്യക്കാരടക്കം 8 പേർ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റതായി ദുബായ് പോലീസ് അറിയിച്ചു. 5 പേരുടെ നില ഗുരുതരമാണ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ട്രക്ക് റോഡിന്റെ മധ്യഭാഗത്ത് പെട്ടെന്ന് നിർത്തേണ്ടി വന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ക്ലാസിൽ സംസാരിച്ചതിന്റെ പേരിൽ 4 വയസ്സുകാരുടെ ചുണ്ടിൽ ഗ്ലൂഗൺ തേച്ച് കിൻഡർഗാർട്ടൻ അധ്യാപികയുടെ ക്രൂരത. ചൈനയിലാണ് ദാരുണ സംഭവം. അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായും ഇവർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നതും തടവിലാക്കുന്നതും ഉടനടി അവസാനിപ്പിക്കണമെന്ന് താലിബാൻ ഭരണകൂടത്തോട് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം. വസ്ത്രധാരണ നിയമങ്ങളുടെ പേരിൽ നടത്തുന്ന ഇത്തരം ഏകപക്ഷീയമായ നടപടികൾ സ്ത്രീകളുടെ അന്തസ്സിനും മനുഷ്യാവകാശങ്ങൾക്കുമേലുള്ള കടുത്ത കടന്നുകയറ്റമാണെന്ന് UN അഫ്ഗാനിസ്ഥാൻ സഹായ മിഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കാബൂൾ ഉൾപ്പെടെയുള്ള അഫ്ഗാൻ നഗരങ്ങളിൽ കടുത്ത ഇസ്ലാമിക വസ്ത്രധാരണ രീതി പാലിച്ചില്ലെന്ന് കാണിച്ച് താലിബാന്റെ ധാർമ്മിക കാര്യ മന്ത്രാലയം നിരവധി സ്ത്രീകളെയാണ് തടങ്കിലാക്കിയത്. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.